ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈസിൻ്റെ ഒരു പുതിയൊരു സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എൽബ ഫാർക്കിലത്തെ ഒരു ഒ ജി ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ദ ഒ ജിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഉണ്ടല്ലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാങ്ക വായിച്ചവർക്ക് പേര് പറയുമ്പോൾ തന്നെ പവറാവും. അല്ലാത്തവർ താല്പര്യം ഉണ്ട് കാണാം. കാരണം അതിൽ സ്പോയിലറും നിങ്ങൾക്ക് അറിയാതെ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകണതാണ്. ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് റോബ്ഡി സെബക്ക്. ദ ഒ പി അമ്മാതിരി ക്യാരക്ടറാണ് പുള്ളി. എന്ന് വെച്ചിട്ടുണ്ടല്ലോ, വൺ പീസിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈം ടൈമിൽ കിങ് ഓഫ് നമുക്ക് വേണമെങ്കിൽ പൈററ്റ് കിങ് എന്ന് പറയാവുന്നതാണ്. അമ്മാതിരി പവറാണ് പുള്ളി. എനിക്ക് തോന്നുന്നുണ്ട്, അതായത് എനിക്കെന്ത് നമ്മുടെ റോജറിനെക്കാട്ടി പുള്ളിയുടെ പ്രൈമിൽ പുള്ളിക്ക് പവർ ഉണ്ടായിട്ടുണ്ടാകും. കാരണം എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അമ്മാതിരി അറിഞ്ഞ് പുള്ളിയുടെ ഇത് എനിക്ക് ഞാൻ മാങ്ക വായിച്ചിട്ടില്ലെങ്കിലും ഇൻസ്റ്റയിൽ ബ്രീഫായിട്ട് തന്നെ ചാപ്റ്ററിൻ്റെ ബ്രീഫ് തന്നെ വായിച്ചാണ്. അതൊക്കെ മനസ്സിലാകുന്ന അത് ഒ ജി ക്യാരക്ടറാണ്. അതായത് പുള്ളിയുടെ ഒരു പവർ മനസ്സിലാകുന്ന ഞാൻ പുള്ളിയുടെ ക്രൂവിൻ മെമ്പേഴ്സിൻ്റെ പേര് നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആദ്യത്തെ ആൾ പുള്ളിയുടെ ക്രൂവിലെ 1-2-3 പേര് എനിക്ക് തോന്നുന്നു ചെറിയ യോങ്കൂസൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നണം. അവരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ആൾ വൈറ്റ് ബിയേഡ്. വൈറ്റ് ബിയേഡ് പുള്ളിയുടെ ക്രൂവിലുണ്ടായത്. പുള്ളി ക്യാപ്റ്റൻ, അവർ മെമ്പേഴ്സായിരുന്നു. രണ്ടാമത്തെ ആൾ ബിഗ് മം. മൂന്നാമത്തെ ആൾ കൈഡോ. പുള്ളിയുടെ സ്കോഡ് നോക്കണം മോനെ, എന്ത് പവറുള്ള ടീംസാണെന്നറിയോ. ഞാൻ ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരുടെയൊക്കെ മെയിനായിട്ട് ക്യാപ്റ്റനായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പവറിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇന്നുണ്ടല്ലേ മെയിൻ വില്ലൻ നമ്മുടെ വൺ പീസിൻ്റെ ആ ഇമ്മൂനെ നേരെ മരിയോ ജോസി പോയി കണ്ടിട്ട് ഞാൻ കാണാൻ ഒന്നുകൂടി വരാട്ടാന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് ഈ മുതൽ. നിങ്ങൾ ആനിമ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ പവറും. വെറുതെ കിഡിലം എന്ന് പറഞ്ഞാൽ കിഡിലം ക്യാരക്ടറാണ്. പുള്ളിയുടെ ചെറുപ്പത്തിൽ തന്നെ പുള്ളി ഒരു മറൈനെ കൊന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ മറൈനെ കൊന്നിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ പുള്ളി ക്രൂവിനെ എനിക്ക് കൊണ്ട് നമ്മൾ ഈ പണ്ട് നമ്മുടെ ലൂഫി ഗെയിം കളിച്ചില്ലായിരുന്നു, മെയിൻ എപ്പിസോഡ് ഇല്ലാന്ന് തോന്നണം. അതായത് തോക്കുകയാണെങ്കിൽ ക്രൂ മെമ്പറിനെ കൊടുക്കണം. ആ പേര് ഞാൻ പറഞ്ഞു. ആ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് പുള്ളിക്ക് മെയിനായിട്ട് ക്രൂ വന്നതെന്ന് തോന്നണം. പിന്നെ എനിക്ക് വേറൊരു സർപ്രൈസ് ഞാൻ പറയട്ടെ. ഞാൻ ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ സ്പോയിലറാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം. പുള്ളി ദേവി ക്ലാനില്ലേ അതിലെ മെമ്പറാണ്. ദേവി ക്ലാനിലെ മെമ്പറാണ്. ബക്കിനിയറും ദേവി ക്ലാനും ഒന്നാണ്. പിന്നെ എൻ്റെ തെറ്റൊറ്റയ്ക്ക് ക്ഷമിക്കണം, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. വേറൊരു ഉറപ്പായിട്ടുള്ള സ്പോയിലർ പറയട്ടെ. പുള്ളിയുടെ മോനാണ് ബ്ലാക്ക് ബേർഡ്. അതായത് ബ്ലാക്ക് ബേർഡ് പുള്ളിയുടെ മോനാണ്. എന്നിട്ടാണ് പുള്ളിയുടെ ഇതിൽ നിന്ന നമ്മുടെ വൈറ്റ് ബേർഡിനെ കൊന്നത്. പക്ഷെ ബ്ലാക്ക് ബേർഡിൻ്റെ മോനാണ് മാറിപ്പോയി. റോബ്ഡി സെബക്കിൻ്റെ മോനാണ് ബ്ലാക്ക് ബേർഡ്. പുള്ളി അത് ഒരു ഇതുണ്ട് സംഭവം. അത് മോനാണ്, ശരിക്കും മോനാണ്. പക്ഷേ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡേഷനാണ് പറയണില്ല, അങ്ങോട്ട് കിടക്കില്ല. കാരണം അത് ഒന്നുകൂടി സ്പോയിലറായി പോകും. എന്തായാലും പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പിയാണ്. എനിക്കിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഏതെങ്കിലും മെയിനായിട്ടുള്ള സംഭവം വിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി ഒരു കിഡിലും ഓറിയാണ്. പുള്ളിയുടെ എനിക്ക് തോന്നുന്നത് കിഡിലും ഇതാണ്, ഒ പി ക്യാരക്ടറാണ്. വെറുതെ OP-യാണ്. എന്തായാലും ബാക്കി നമുക്കിനി ആനിമ വരുമ്പോൾ അറിയാം. ബാക്കി മാങ്കനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് പറയാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായനുസരിച്ച് ബ്രീഫ് കണ്ടിട്ട് മനസ്സിലായനുസരിച്ചാണ് ഞാൻ പറയണത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കഴിയണമെങ്കിൽ കറക്റ്റ് ചെയ്യുക. കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, മാങ്ക വായിക്കുക. അതുകൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു.